ഓം നമോ ഭഗവതേ സാईശ്വരായ. ശ്രീ സത്യസായി ഭാഗവതം. ഈശ്വരാംബയുടെ തപസ്. സത്യൻ സ്കൂൾ വിട്ടു എന്ന വാർത്തയറിഞ്ഞ് മാതാപിതാക്കൾ ഉദ്വേഗത്തോടെ ഉറവക്കൊണ്ടയിലെത്തി. അവർ ശേഷമ്മരാജുവിൻ്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പോൾ തന്നെ അവിടുത്തെ അന്തരീക്ഷം വെങ്കപ്പരാജുവിന് ഏകദേശം പിടികിട്ടി. വീടിനു മുൻപിൽ ജനം നിറഞ്ഞു നിൽക്കുന്നു. അവരെ കണ്ടതും ഭക്തന്മാർ ആർത്തു വിളിച്ചു, ജയ് ജയ് സായിബാബ കി ജയ്, മാതാപിതാ കി ജയ്. നിമിഷങ്ങൾക്കകം ബാലസായിയുടെ മാതാപിതാക്കളും ഗ്രാമീണർക്ക് വന്ധ്യരായി. വെങ്കപ്പരാജുവിൻ്റെ കണ്ണുകൾ ശേഷമ്മരാജുവിനെ തിരയുകയായിരുന്നു. ഒടുവിൽ കണ്ടു, ശേഷമ്മരാജു ആകെ ക്ഷീണിതനായിരിക്കുന്നു. തിക്കിലൂടെ തിരക്കുകൂട്ടി അദ്ദേഹം മാതാപിതാക്കളുടെ സമീപം വന്നു. സത്യൻ എവിടെ? അച്ഛൻ തിരക്കി. സത്യന് ചുറ്റുമാണ് ജനം കൂടിയിരിക്കുന്നത്. എപ്പോഴും ഇങ്ങനെ തന്നെ. എനിക്ക് ആകെ വല്ലാതാകുന്നു. എന്തു ചെയ്യണമെന്ന് ഒരു തിട്ടവുമില്ല. ബാലനായ തൻ്റെ മകനെ ആരാധിക്കാനായി എത്തിയ ജനത്തെ കണ്ട് വെങ്കപ്പരാജുവും വല്ലാതായി. ഒരു വിധത്തിൽ തിരക്കിലൂടെ അദ്ദേഹം മാതാപിതാക്കളെ സത്യൻ്റെ മുന്നിലെത്തിച്ചു. വെങ്കപ്പരാജു മകനെ സൂക്ഷിച്ചു നോക്കി. ഗംഭീരഭാവത്തിൽ ബാലസായി പുഷ്പാലങ്കൃതമായ കസേരയിലിരിക്കുന്നു. താഴെ പൂമാലയുടെ കൂമ്പാരം. ഭക്തന്മാർ അണിയിച്ച മാലകൾ ഊരിയിട്ട് കുന്നുകൂട്ടിയതാണ്. മാതാപിതാക്കളെ കസേരയുടെ മുന്നിൽ നിർത്തിയിട്ട് ശേഷമ്മരാജു ബാലസായിയോടായി തിരക്കി. നോക്കൂ, ഇവർ ആരെന്നറിയുമോ? അറിയുമെങ്കിൽ പറയൂ. പുഞ്ചിരിയായിരുന്നു ഉത്തരം. ചോദ്യം വീണ്ടും ആവർത്തിക്കപ്പെട്ടു. ബാലസായി പറഞ്ഞു, അവർ മായയാണ്. മകൻ പറഞ്ഞത് കേട്ട് വിളറിപ്പോയ ഈശ്വരാംബ കുഴഞ്ഞു വീഴാതെ താഴെ ഇരുന്നത് ഒരു വിധത്തിലാണ്. വെങ്കപ്പരാജുവിന് ആ ഉത്തരം കുറച്ച് ഉൾക്കൊള്ളാൻ കഴിഞ്ഞു. നന്ന ചെറുപ്പത്തിലെ സത്യനെ കൂട്ടുകാരും അധ്യാപകരും ഗുരു, ബ്രഹ്മജ്ഞാനി എന്നൊക്കെ വിളിക്കുന്നത് കേട്ടപ്പോൾ തന്നെ മകനിലുള്ള ജ്ഞാനത്തിൻ്റെ ആഴത്തെക്കുറിച്ച് പിതാവ് ബോധവാനായിരുന്നു. കണ്ണീരൊഴുക്കിക്കൊണ്ട് ഈശ്വരാംബ മകനെ നോക്കി. ബാലസായി അത് ശ്രദ്ധിക്കുന്ന ഭാവം കാണിച്ചില്ല. സത്യ, അമ്മയോടൊന്നും മിണ്ടോ? ശാന്തഗംഭീരമായിരുന്നു അതിനുള്ള ഉത്തരം. ആരുടേതാണ്? ഇതെല്ലാം മായയാണ്, മായ മാത്രം. ബാലസായി വീണ്ടും അതേ പല്ലവി ഉരുവിട്ടു. ഈശ്വരാംബ മെല്ലെ എഴുന്നേറ്റു. അവർ അടുക്കളയിലേക്ക് ചെന്നു. അന്ന് ഈശ്വരാംബ തന്നെ മകന് ഭക്ഷണമൊരുക്കി. ആ വിവരം ബാലസായി അറിഞ്ഞു. അനുകൂലിക്കുകയും ചെയ്തു. ഭക്ഷണം തയ്യാറാക്കപ്പെട്ടു. മകന് ഇഷ്ടമുള്ളതെല്ലാം അമ്മ സ്വാദിഷ്ടമായി തന്നെ ഉണ്ടാക്കി. വിഭുവിന് എന്ത് ഇഷ്ടാനിഷ്ടങ്ങൾ! ബാലസായി അമൃതത്തിനായി എഴുന്നള്ളി. അമ്മ ചോറും കറികളും വാത്സല്യപൂർവ്വം വിളമ്പി. വളരെ സാവധാനം ബാലസായി ചോറും കറികളുമെല്ലാം കൂട്ടിക്കുഴച്ച് ഒന്നാക്കി. പിന്നീട് അത് 3 ഉരുളുകളാക്കുകയും ചെയ്തു. അപ്പോഴെല്ലാം മായ മായ എന്ന് ഉരുവിടുന്നുണ്ട്. ഇതെല്ലാം കണ്ട് അമ്മ സ്തംഭിച്ച് പരിസരം മറന്നു നിന്നു. ബാലസായി ഉരുട്ടിവെച്ച 3 ഉരുളകളിൽ ഒന്നെടുത്ത് നീട്ടി. ഈശ്വരാംബ കൈ നീട്ടി. ബാലസായി അത് അമ്മയുടെ കൈകളിൽ വെച്ചു. പിന്നീട് അത് തിരിച്ചു വാങ്ങാനായി തൃക്കരങ്ങൾ നീട്ടി. ഈശ്വരാംബ ആ ഉരുള ബാലസായിയുടെ പാണിപത്മത്തിൽ വെച്ചു. അത് വാങ്ങിക്കഴിച്ചുകൊണ്ട് അവിടുന്ന് വീണ്ടും പറഞ്ഞുകൊണ്ടിരുന്നു, മായ പോയി കഴിഞ്ഞിരിക്കുന്നു, മായ പോയി. അങ്ങനെ ആ 3 ഉരുളകളും വാങ്ങിക്കഴിച്ചു. ഭൗതിക ബന്ധനങ്ങളുടെ അവസാന കണ്ണിയും മുറിക്കുകയായിരുന്നു അന്ന്. താൻ സർവത്ര സ്വതന്ത്രനാണെന്ന് മഹാപ്രഭു ലോകത്തെ ബോധ്യപ്പെടുത്തി. വിഭുവിന് മുന്നിൽ ഒരേ ഒരു ബന്ധമേയുള്ളൂ, ഭഗവാനും ഭക്തനും തമ്മിലുള്ള ബന്ധം. അച്ഛൻ, അമ്മ, സഹോദരി, സഹോദരന്മാർ, ഭാര്യ, മക്കൾ, ഇതെല്ലാം മായാകാര്യങ്ങൾ. അവ ഒരുക്കുന്ന സുവർണ ചങ്ങലകൾക്ക് വിഭുവിനെ ബന്ധിക്കാൻ കഴിയില്ല. പിന്നീട് ഭഗവാൻ അക്കാര്യം സൂചിപ്പിച്ചത് ഇപ്രകാരമാണ്. ഈ അവതാരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ അവതാരം സംഭവിച്ച ഗൃഹത്തോടോ അവിടെയുള്ള ജനങ്ങളോടോ ഒരു പ്രത്യേക മമതയുമില്ല.
ഇതിനു മുമ്പുള്ള അവതാരങ്ങളിൽ അതത് ഗൃഹങ്ങളിലുള്ളവർ കൂടി അവതാര ലീലയിൽ പങ്കാളികളായിരുന്നു. അവർക്കും കൂടി വേണ്ടിയായിരുന്നു വിഭു അന്നൊക്കെ അവതാരം സ്വീകരിച്ചത്. ഇന്ന് ഈ അവതാരം ആവിർഭവിച്ചത് പ്രധാനമായും സാധകർക്കും ജ്ഞാനികൾക്കും ഭക്തർക്കും വേണ്ടിയാണ്. വൈകുന്നേരം ഭജനയുണ്ടായിരുന്നു. 14കാരനായ ഒരു ബാലന് ചുറ്റുമിരുന്ന് എല്ലാം മറന്ന് ഭജന പാടി ജനങ്ങൾ. സത്യൻ തങ്ങളുടേതല്ല, വേറെ ഏതോ ലോകത്തിൽ നിന്നും തൽക്കാലം തങ്ങളുടെ സമീപം എത്തിയ ദിവ്യപുരുഷൻ എന്ന് മാതാപിതാക്കൾക്ക് തോന്നി. അതുകൊണ്ട് ഏതു നിമിഷവും സത്യം നഷ്ടപ്പെടാം. ആ ചിന്ത അമ്മയ്ക്ക് വേദനാജനകമായിരുന്നു. ഭജന കഴിഞ്ഞ് ജനം പിരിഞ്ഞു പോയി തുടങ്ങി. കുറച്ചാളുകൾ മാത്രം ശേഷിച്ചപ്പോൾ ഈശ്വരാമ്പ മകന് സമീപം എത്തി. സത്യാ, വേദനാപൂർവമുള്ള വിളി ഭഗവാൻ കേട്ടു. എന്തെന്ന ഭാവത്തിൽ അവിടുന്ന് ഈശ്വരാമ്പയെ നോക്കി. സത്യ, ഞങ്ങൾ മായയിലാണ്, നീ മായാതീതനല്ലേ? ഞങ്ങൾ തർക്കിക്കുവാനില്ല, നിന്നെ ഉപദേശിക്കുകയുമില്ല, ഒരു കാര്യത്തിലും ഇടപെടുകയുമില്ല, ഇനി ചികിത്സ നടത്തുകയുമില്ല. നീ നമ്മുടെ ഗ്രാമം വിട്ടു പോകരുതേ. ഹിമാലയ ഗുഹകളിലോ വനാന്തരങ്ങളിലോ പോകുകയില്ലെന്ന് എനിക്ക് വാക്ക് തരൂ. പുട്ടപർത്തിയിൽ തന്നെ കഴിഞ്ഞുകൊള്ളാമെന്ന് സമ്മതിക്കൂ. നിന്റെ ഭക്തന്മാർക്ക് വേണ്ടുന്നതൊക്കെ ഞാൻ ചെയ്തു കൊടുക്കാം. ഇവിടം വിട്ടു പോകരുതേ. തൊഴുകയോടെ അത്രയും പറഞ്ഞപ്പോഴേക്കും ഈശ്വരാമ്പയുടെ തൊണ്ടയിടറി. അഭയമുദ്ര ഉയർത്തി കരുണാനിധിയായ വിഭു ഭക്തയായ അമ്മയോട് അരുളി, ശരി, ഞാൻ ഇവിടം വിടുന്നു. എൻ്റെ കർമ്മഭൂമിയായി പുട്ടപർത്തി സ്വീകരിക്കുകയും ചെയ്യാം. അമ്മയുടെ പ്രാർത്ഥനയുടെ തപസ്സിൻ്റെ ഫലമായി ഭഗവാൻ അവതാര ദൗത്യ നിർവഹണത്തിനായി പുട്ടപർത്തി തിരഞ്ഞെടുത്തു. അതിനാൽ മാനവരാശി എന്നേക്കുമായി ഈശ്വരാമ്പയോട് കടപ്പെട്ടിരിക്കുന്നു. ഓം തത്സത്.